പഠിച്ചത് ആരൊക്കെയാ? അലിഫ്. വാവ്, യാ, വെരി ഗുഡ്. തേർഡ് പഠിച്ചത് ഏതായിരുന്നു? തേർഡ് ക്ലാസ്സിൽ ഇതെന്താ? പഠിച്ചല്ലേ? മിസ്രി എത്രയും അടുത്തോട്ടിരുന്നു മോളെ, ഈ കൊറേ വിട്ടും ഡിവൈസ് കൊറേ വിടിയ. അടുത്തോട്ടിരുന്ന സ്ക്രീനിൽ നോക്കിയാൽ മതി. എന്നാ താഴെ ഇരുന്നോ, എന്നാലേ എന്നെ കാണുള്ളൂ. പിന്നെന്ത് പഠിച്ചു മക്കളെ നമ്മള്? അടുത്തത് നമ്മൾ ഏത് ലെറ്റർ പഠിച്ചേ? ഏതാ പഠിച്ചേ? റൂഹുൽ അമീൻ. നമ്മള് ലെറ്ററിന്റെ പേര് പഠിച്ചിട്ടില്ല, അതാണ് കേട്ടോ എനിക്ക് കൺഫ്യൂഷൻ. നമ്മള് ലെറ്ററിന്റെ പേര് പഠിച്ചിട്ടില്ല, നമ്മള് സ, സി, സു അങ്ങനെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഏത് പഠിച്ച്? ഷ. അല്ല, ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് പഠിച്ചെന്ത്? അലിഫിനെ നമ്മളൊന്നിങ്ങനെ നീട്ടിയിട്ട് ലാ പഠിച്ചു അല്ലേ? പിന്നെന്ത് പഠിച്ചു? പിന്നെന്ത് പഠിച്ചു? കാ പഠിച്ചു അല്ലേ? പിന്നെ പഠിച്ച് ആ പഠിച്ചു. ഓക്കെ, ഇത്ര ലെറ്ററുകളാണ് നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബിസ്മില്ലാ, വായിച്ചേ. വായിച്ചോളൂ. ഇതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? മിസ്രി വായിച്ചേ. ബിസ്മില്ല, ബിസ്മില്ല പറ. ഈ താഴെ ഇരുന്നോ, താഴെ ഇരുന്നോ, സോഫ ഇരിക്കണ്ട, താഴെ ഇരുന്നു. അസദ്. മിസ്രി തന്നെയാണോ വായിച്ച? ആര് വായിച്ച്? അസദ്. അസദ് പറഞ്ഞെന്താ? അസദ് പറഞ്ഞാല് സിംഹം അല്ലേ? അടുത്ത വായിച്ചേ. ലയൻ. ബു, ബു. സാ അല്ലല്ലോ, സാക്ക് സർക്കിൾ അല്ലേ? അപ്പൊ ബുസ്. ബുസ്താൻ. വെരി ഗുഡ്. വെരി ഗുഡ്. അടുത്തത് അപ്പൊ തൈ, തായ്, തൈ. തൈസ്. എന്താണ്? തൈസ്. തൈസ്. അമീൻ വായിച്ചോ ട്ടോ. അമീൻ അറിയുന്നുണ്ടെങ്കിൽ അമീൻ വായിച്ചോ ട്ടോ. തൈസ്, തൈസ്. തൈസ് പറഞ്ഞ എന്തായിരുന്നു? ഗോട്ട് അല്ലേ? നമ്മള് തൽക്കാലം നമ്മൾ സർക്കിൾ ഇട്ടിട്ടാ വായിക്കുന്നത് കേട്ടോ. പ്രൊനൗൺസിയേഷനിൽ സർക്കിൾ ഇട്ടിട്ട് എഴുത്തിൽ ഉണ്ടാവില്ല. തൽക്കാലം സർക്കിൾ ഇട്ടിട്ടാണ് വായിക്കുന്നത്. അതാണ് അവര് നിബുറാസ്. ഇതെന്താ വായിക്കാ? നിബുറാസ്. എന്താണ്? നിബുറാസ്. വെരി ഗുഡ്. ഓക്കെ, ലാമ്പ്. ഓക്കെ, അടുത്തത് അമീൻ. എന്താണ്? ഓഡിയോ ഓണാക്ക്. ഓഡിയോ എന്നിട്ട് വായിച്ചോ. അറിയണോ വായിച്ചോ. ആദം വായിക്കട്ടാ. കൻസിൻ അറിയെങ്കിൽ കൻസിൻ വായിച്ചോ. ഷൗക്ക്. ഷൗക്ക്. കാ ഇല്ല. കാ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വേണ്ടേ? ഇതില്ലല്ലോ. അതില്ലാത്തോണ്ട് നമ്മള് എന്താ വായിക്കണം? തൽക്കാലം സർക്കിൾ ഇട്ട് കേട്ടോ. ഷൗക്ക്. ഓക്കെ, ഷൗക്ക്. ഷൗക്ക് എന്ന് പറഞ്ഞാ മുള്ള്. മുള്ള്. ഷൗക്ക്. വെരി ഗുഡ്. അടുത്തത് അടുത്ത വായിച്ചേ. ഷിബിൽ. വെരി ഗുഡ്. ഷിബിൽ. ഷിബിൽ പറഞ്ഞ എന്താ? ലയന്റെ കുട്ടി ട്ടാ. ലയൻ കുട്ടി, കബ്. ഓക്കെ, അടുത്തത് ബഷർ.
വെരി ഗുഡ്. ജുവൈരിയ വായിക്കുന്നില്ലേ? ആ ബഷർ 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 എന്ന് പറഞ്ഞ മനുഷ്യനാണ് കേട്ടാ. അടുത്തത് ആ കബുഷ്. ആ വെരി ഗുഡ്. കാ എങ്ങനെ എഴുതുക? കാ ഒറ്റയ്ക്ക് എഴുതുമ്പോഴും എൻഡിൽ എഴുതുമ്പോഴും ഇങ്ങനെ എഴുതൂല്ലേ, ഈ ഷേപ്പിൽ എഴുതൂല്ലേ. ഫസ്റ്റിലും മിഡിലും വരുമ്പോ ഇങ്ങനെ എഴുതൂല്ലേ, ഇതാ പോലെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക. ആ കാണ് ഈ കാ അല്ലേ, കബുഷ്. കബുഷ് എന്ന് പറഞ്ഞാല് ചെമരിയാട്, ചെമരിയാട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത് വായിച്ചേ. ഓരോരുത്തർ വായിക്കാതെ ഒരുമിച്ച് വായിക്കാം. ഓരോരുത്തർ വായിക്കോ? റൂഹുൽ അമീന് വായിച്ചു കൊടുത്തു നോക്കിയ. വെരി ഗുഡ്. ബിസ്മില്ല പറ. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വായിച്ചോ. ബിസ്മില്ല. കസ്ബ. കസബ. കസബ. മേലെ യക്സിബു. യക്സിബു. സൂർ. സൂർ. വെരി ഗുഡ്. സിവാർ. സിവാർ. വെരി ഗുഡ്. സബിലു. സബീൽ. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഒരു ഹർക്കത്തും ഇല്ലാത്തത് കൊണ്ട് നമ്മളതിന് തൽക്കാലം സർക്കിൾ ഇട്ടു. സർക്കിൾ എന്ന് തന്നെ ഇപ്പൊ ഇവര് പഠിച്ചിട്ടുള്ളൂ. സുക്കൂൻ എന്നുള്ള പേര് ഇവര് പഠിച്ചിട്ടില്ല. അതാണ് അവര് സുക്കൂൻ ഇട്ട് വായിക്കുന്നത് കേട്ടോ. സബീൽ. ഇതിനുണ്ട്. റസൂൽ. റസൂൽ. വെരി ഗുഡ്. വസ്വാസ്. വസ്വാസ്. വാക്ക് ശേഷം അലിഫ് ഉണ്ട്. അപ്പൊ നമ്മൾ അലിഫ് കൊണ്ട് നീട്ടിയപ്പോ വാ, അപ്പൊ വസ്വാസ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നവാസ്. വെരി ഗുഡ്. സലക്ക. എന്താണ്? എങ്ങനെ സലക്ക കിട്ടിയേ? ബാക്കിയുള്ളവർ ശ്രദ്ധിക്കട്ടാ. ഒരാൾ വായിക്കുമ്പോ മറ്റുള്ള ശ്രദ്ധിക്കുക. ജുവൈരിയ ശ്രദ്ധിക്കട്ടാ. അതെന്താണ്? ഓക്കെ. പിന്നെന്താണ്? ല. ഇത് സാന്ന് തെറ്റിദ്ധരിക്കൂല. കാരണം നമ്മൾ അലിഫിന് ശേഷം നമ്മൾ വേറൊരു ലെറ്ററും ജോയിൻ ആവൂലല്ലോ അല്ലെ. അലിഫിന് ശേഷം ജോയിൻ ആയിട്ട് നമ്മളൊരു ലെറ്റർ എഴുതൂല. അപ്പൊ ഇതാണ് സാ. പക്ഷെ ഇതെന്താണ്? ല ആണ് അല്ലെ. അപ്പൊ സല. പിന്നെന്താണ്? ക. ഇത് ക. ഓക്കെ. ചില ആളുകൾ ഇത് സാന്ന് വായിക്കും. സാന്ന് വായിക്കൂല, കാരണം അലിഫിന് ജോയിൻ ആയിട്ട് ഒരു ലെറ്റർ ഉണ്ടാവില്ല. സാലക്ക എന്നാകുമ്പോ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതിയേ. ഓക്കെ, അടുത്ത വായിച്ചോ. യസ്അലു. വെരി ഗുഡ്. അടുത്തത് അതെന്താന്നറിയോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ജുവൈരിയ, എന്തായിരുന്നു ഇതെന്താണ്? ഇതെന്താ നമ്മൾ പഠിച്ചേ? പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ആക്ക് ഹെൽപ്പിംഗ് ലെറ്റർ ആയിട്ട് 3 ലെറ്റർ ഉണ്ട്. ഏതൊക്കെയാ? അലിഫ്, വാവ്, യ. അങ്ങനെ പഠിച്ചില്ലേ? ചിലപ്പോ ഈ ആക്ക് ഒറ്റയ്ക്ക് ഇരിക്കാന് മടിയാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ഞാൻ അപ്പുറത്ത് എഴുതി കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാട്ടോ. അതൊന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഇത് കിട്ടണം. ഇതെന്താണ്? 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 ഇ അല്ലേ. ഇതെന്താണ്? ഉ. അതിന് സർക്കിൾ കൊടുത്താല് ആ, ഇ, ഉ, അല്ല. ഇത് നമ്മൾ പഠിച്ചു. ഇയാള് ഒറ്റയ്ക്ക് ഇരിക്കൂല. ചില ടൈമിൽ ഒറ്റയ്ക്ക് ഇരിക്കും അല്ലേ. അല്ലാത്ത ടൈമിൽ ആൾക്ക് പേടിയാണ്, ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണം അല്ലേ. ചില ടൈമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾ എവിടെ പഠിച്ച? ലിവാ പഠിച്ചു അല്ലേ. ലിവാ. ഫ്ലാഗ് പഠിച്ചില്ലേ. അപ്പൊ ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്നു അല്ലേ. പേര് പഠിച്ചില്ല. എന്തായി? ഒറ്റയ്ക്കിരുന്നു അല്ലെ. ലിവാ പറയുമ്പോ ചില ടൈമില് അലിഫിന്റെ മുകളിലാണ് എഴുതുക. അലിഫിന്റെ മുകളിൽ എഴുതിയിട്ട് മുകളിൽ ഇട്ട് കൊടുത്ത ചില സമയങ്ങളിൽ അലിഫിന്റെ താഴെ എഴുതും. അപ്പൊ ഇ. എന്താണ്? ഇ. ചില സമയങ്ങളിൽ അലിഫിന്റെ മുകളിൽ ഉ എഴുതുമ്പോഴും എഴുതുമ്പോഴും അലിഫിന്റെ മുകളിൽ വരും അല്ലെ.
അലിഫിന്റെ താഴെ ഈ എഴുതുമ്പോൾ വരും. എന്നാൽ ചില ടൈമില് വാവിന്റെ മുകളിൽ വരും അല്ലേ? വാവിന്റെ മുകളിൽ എഴുതും. അതാണ് നമ്മൾ എന്ത് പഠിച്ചത്? ലു പഠിച്ചില്ലേ? ലുലു ലുലു. അതിൽ നിന്നാണ് ലുലു വന്നത് എന്നൊക്കെ പഠിച്ചില്ലേ? ലു ലു അല്ലേ? നമ്മൾ ഇങ്ങനെ പഠിച്ചു അല്ലേ? ലു ഓക്കെ. ഈ ലു ആണ് ലുലു വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ ഇതെവിടെ വന്നു? വാവിന്റെ മുകളിൽ വന്നു. അതുപോലെ വന്നൊരു സ്ഥലമാണ് സു ആൽ. സു ആൽ ഉണ്ടാ? സു ആൽ. അപ്പൊ ഇതെന്താണ്? വാ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ചെയറായിട്ട് മാത്രം ഇട്ടതാണ് കേട്ടോ. അത് ശരിക്കും സത്യത്തിൽ അത് അവിടെ ഇല്ല. അവിടെ ഉള്ളത് എന്താണ്? ആണുള്ളത്. അവിടെ വാവ് ഇല്ല കേട്ടോ. വാവ് ഈ ആക്കി ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ അല്ലെങ്കിൽ ആനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് എന്തിട്ടി? ആ എഴുതിയിട്ട് അതിന് അലിഫ് കൊണ്ട് നീട്ടി അല്ലേ? അപ്പൊ എന്താണ്? സു ആൽ. ഇതാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ എന്താ വായിക്കുക? സു ആൽ. ഓക്കെ. ചില ടൈമിൽ അപ്പൊ ഇതെന്ത് വായിക്കും? അമീൻ സു ആൽ. എന്താ വായിക്കുക? വാ പറയരുത് ട്ടോ. അതേപോലെ ചില ടൈമിൽ യാന്റെ മുകളിൽ എഴുതും. ഇങ്ങനെ എഴുതും. ഇങ്ങനെ ആ എഴുതും. ചിലപ്പോൾ യാന്റെ താഴെ എഴുതും. പക്ഷെ ഇപ്പൊ പ്രത്യേകത എന്താണ്? ഇങ്ങനെ എഴുതുമ്പോൾ ഡോട്ട് ഉണ്ടാവില്ല കേട്ടോ. യാന്റെ ഡോട്ട് ഉണ്ടാവില്ല. ഈ ആന്റെ അടയാളം ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ഉദാഹരണം നമ്മൾ എന്ത് പഠിച്ച്? ഇങ്ങനെ പഠിച്ചു. ബിർ പഠിച്ചു. ബിർ ഉണ്ടാ? ബിർ. കിണർ അല്ലേ? നമ്മൾ കിണർ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ബിർ പഠിച്ചു അല്ലേ? അപ്പൊ എന്താണ്? അതിന്റെ മുകളിലാണ് ആ എഴുതിയത് കേട്ടോ. നമ്മൾ ഹംസ എന്ന് നമ്മൾ തൽക്കാലം ഇപ്പൊ പഠിച്ചിട്ടില്ല. നമ്മൾ ഇൻഷാല്ല ഒരു 2 ലെസണും കൂടി കഴിഞ്ഞാൽ ഈ ലെറ്ററുകളുടെ പേരൊക്കെ പഠിക്കും കേട്ടോ. അപ്പൊ അത് വായിച്ചേ. ബിസ്മില്ല. ഇനി ഇതൊന്നും കൂടി വായിച്ചേ അമീൻ. എന്താ? സു ആൽ. ആൽ. വാല്ല വാല്ല ആൽ. ശരിക്കും പറഞ്ഞ ഈ ഇതാ ഇവിടെ മുകളിൽ എഴുതിയിട്ടുള്ള ഇതാണ് ലെറ്റർ. ഇത് ഇത്തിരി വലുതായതുകൊണ്ട് നോക്കിയതാണ്ടോ? ഇവിടെ എഴുതിയത് ഈ ആ ആണ് ലെറ്റർ കേട്ടോ. ഈ ആ ആണ് ലെറ്റർ. വാ അവിടെ അതിന്റെ മുകളിൽ വെറുതെ ഇരുത്തിയതാണ് അതിന്. അപ്പൊ സു ആ ആണിത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. സു ആല. അടുത്തത് ഷിബ്ർ. ഷിബർ. ഷിബർ എന്താണ്? ഷിബർ. വെരി ഗുഡ്. അടുത്തത് ഷബാബ്. ഷബാബ്. ഷാറിബ. ഷെജീബ. എങ്ങനെന്താന്നറിയോ? റാ പറയുമ്പോഴ് റാ പറയുമ്പോഴ് വായ നിറച്ച് പറയണം. റോ റോ അല്ലെ? റൂ പറയുമ്പോഴും വായ നിറച്ച് പറയണം. പക്ഷെ താഴെ വരയിട്ടിട്ട് പറയുമ്പോ, അതായത് കെസ്ര ഇട്ട് പറയുമ്പോ നമ്മൾ ജി എന്നാ പറയാ. ജി. അപ്പൊ ഇതെന്ത് വായിക്കും? ശരി. ലേറ്റ് ആയിട്ട് പറയുമ്പോ ജി വായിക്കും. അപ്പൊ കെസ്ര വരുമ്പോ എപ്പോഴും ലേറ്റ് ആയിട്ട് വരും. അപ്പൊ ഷെജീബ. ഓക്കെ. അടുത്തത് യഷ്റബു. ഓക്കെ. യഷ്റബു. യഷ്റബു. ഓക്കെ. മാഷാഅല്ലാ. മബ്റൂക്ക്. ബറക്കല്ലാഹു ഫീക്ക്. നന്നായി വായിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ലാഗ് വരുന്നുണ്ടെന്നുള്ളൂ. അമീന് വായിക്കാൻ അറിയാം. ഓക്കെ. ഇനി ആരാ വായിക്കുന്നത്? ബാക്കിയുള്ളത് ജുവൈരിയ വായിച്ചേ. ബിസ്മില്ല. എന്താ? എല്ലാവരും വായിക്കണം കേട്ടാ. ഇത് റിവിഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീക്ക് പഠിച്ചതാ. അത് കഴിഞ്ഞിട്ട് സഹ്റ വായിക്കണേ. ആദമും ഒക്കെ വായിക്കണം. എവിടെ പോയി മറ്റാള്? ജുവൈരിയ വായിച്ചേ. ബിസ്മില്ല. എന്നും നല്ല സുന്ദരി കുട്ടിയായിട്ട് വരുന്ന ആളാണല്ലോ. ഇന്നെന്ത് തട്ടൊക്കെ എവിടെ പോയി? എന്നും കെൻസന്റെ പോലെ നല്ല അടിപൊളി തട്ടൊക്കെ ഇട്ട് വരുന്ന ആളാണല്ലോ. ഓക്കെ. ഷുർബ്. ഷുർബ്. വെരി ഗുഡ്. ഷറാബ്. മബ്രൂക്ക്. മാഷാഅല്ലാ. മബ്രൂക്ക്. ഷറാബ്. ഓക്കെ. അടുത്തത്
A. Ashraka. വെരി ഗുഡ് അഷ്റഖ അഷ്റഖ വെരി ഗുഡ് അടുത്തത് Yushiriku. വെരി ഗുഡ് യുഷ്രീഖു യുഷ്രീഖു യുഷ് അഷ് എന്നുള്ളൊരു ഉച്ചാരണമാണ് സർക്കിൾ ഇട്ടാ വരിക കേട്ടോ അപ്പൊ യുഷ്രീഖു മാഷാഅല്ലാ മബ്റൂക്ക് അടുത്തത് I. ഉം. I. ഇഷ് Ishraq. ഇഷ്റാഖ് വെരി ഗുഡ് Bashar. ബഷർ വെരി ഗുഡ് Shala. ഷാ തന്നെയാണ് Shala. ഷാ നീ അല്ല അത് അലിഫാണ് കണ്ടോ ഷാനെ നീട്ടിയത് അലിഫ് കൊണ്ട് നീട്ടിയതാണ് ഷാ പിന്നെ നീ ആ അതന്നെ ക്ലിയറാ ആ നീ ആ ഇതാരാ ആ ഇപ്പൊ ഷാനി കിട്ടി ഇനി ഇന്നത്തെ അക്ഷരം ഇതാണ് ഇത് ഇതേതാ ലെറ്റർ ആനയാന്റെ മുകളിൽ എഴുതിയതാണ് അപ്പൊ ഷാനി അടുത്തത് ലാസ്റ്റ് ലെറ്റർ ഏതാ അപ്പൊ ഷാനി വെരി ഗുഡ് അടുത്തത് ഷാനി നോക്കി അതിലെന്താ കൺഫ്യൂഷൻ നമ്മള് ഷാ പഠിച്ചു അല്ലെ 3 ബോട്ട് അടുത്ത് എഴുതിയിട്ട് ഷാ പഠിച്ചു അല്ലെ ഷാനെ നമ്മൾ അലിഫ് കൊണ്ട് നീട്ടി ഷാ ആവണമെങ്കിൽ 3 ഡോട്ട് വേണമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ ഷാ പിന്നെന്താണ് മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ നമ്മൾ പഠിച്ചു അല്ലെ ഷാനി പിന്നെ നമ്മൾ എന്ത് പഠിച്ച് ആക്കി ഇരിക്കാൻ ചിലപ്പോ ചെയർ വേണം പറഞ്ഞു അല്ലെ അപ്പൊ ചെയറിന്റെ മുകളിൽ ആന എഴുതി ഓക്കെ അപ്പൊ നമ്മള് എഴുതി ഷാനി പിന്നെ കാ പഠിച്ചു അല്ലെ കാ നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പൊ ഷാനി ഇന്ന ഷാനി ഹുവൽ അബ്തർ അല്ലെ ഖുറാനിലെ ഒരു ആയത്താണ് കേട്ടോ ഓക്കെ ബിസ്മില്ല അടുത്ത് വായിച്ചേ സു ഷു അല്ല സു ആണ് സുലൂക്ക് വെരി ഗുഡ് അടുത്തത് അതും കൂടി വായിച്ചേ വേഗം വായിക്കേ ലഷദി ദീനെ നീട്ടാണ് യാ ഉണ്ട് ലഷദീദ് വെരി ഗുഡ് അടുത്തത് മിസ്രിയെ പോവല്ലേ ശരിക്കും ഇരിക്കും അടുത്തത് വായിക്കണം കേട്ടോ ബീൽ സറാബീൽ വെരി ഗുഡ് അടുത്തത് തഷ് തെഷ്ത രീ തെഷ്തരീ അവിടെ താഴെ വരയിടാൻ മറന്നതാ തെഷ്തരീ ഓക്കെ അടുത്തത് ഗുഡ് മാഷാഅല്ലാ മബ്റൂക്ക് ബറക്കല്ലാഹു ഫീക്കി നന്നായി വായിച്ചു കേട്ടോ പിന്നെ എന്താ പറയാ എന്തായിരുന്നു പേര് കെൻസ വായിക്കോ ഇത് വായിക്കോ കെൻസ ഇത് ഓഡിയോ ഓൺ ആക്കി ഇതൊന്ന് വായിച്ചു നോക്കിയേ കഴിയുന്നുണ്ടെങ്കിൽ വായിച്ചാൽ മതി എനിക്കറിയില്ല
ഓക്കെ ഓക്കെ, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിട്ട് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇവര് വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ മിസ്രിയ വായിച്ചേ. ഓക്കെ, മിസ്രിയ എവിടെ പോയി? കാണുന്നില്ലല്ലോ. പോയാ? മിസ്രിയ വായിച്ചേ ബിസ്മില്ല. ആദ്യം അവന്റെ ഡിവൈസ് ഒരിടത്ത് വെക്ക്, സ്റ്റാൻഡിൽ വെക്ക് കേട്ടോ. വായിച്ചോ. അഷദ് വെരി ഗുഡ്. അസദ്. അടുത്തത്. ഉം. ബുസ്താൻ. ബുസ്താൻ. ബുസ്താൻ എന്താണ്? ഗാർഡൻ. ഓക്കെ, ബുസ്താൻ. ഇവര് തൻവീന് പഠിച്ചിട്ടില്ല കേട്ടോ, അതാണ് സർക്കിൾ ഇട്ട് വായിക്കുന്നത്. അടുത്തത്. എന്താണ്? തൈസ്. വെരി ഗുഡ്. ഗുഡ്. ഓക്കെ, അടുത്തത്. വെരി ഗുഡ്. നിബ്റാസ്. എന്താണ്? നിബ്റാസ്. വെരി ഗുഡ്. അടുത്തത്. റഅസ്. റഅസ് എന്ന് പറഞ്ഞാല് ഹെഡ്. ഷൗക്ക്. ഷൗക്ക് പറഞ്ഞ എന്താണ്? മുള്ള്, തോൺസ്. ഈ റോസാപ്പൂവിലൊക്കെ ഉള്ള മുള്ളില്ലേ, പ്ലാന്റ്സിന്റെ മുള്ളാണ് കേട്ടോ, തോൺസ്. ഓക്കെ, അടുത്തത്. ഷിബിൽ. വെരി ഗുഡ്. ബഷർ. വെരി ഗുഡ്. മനുഷ്യൻ. കാബേഷ്. ഓക്കെ, മാഷാഅല്ലാ, മബ്റൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. നന്നായി വായിച്ചിട്ടോ. ഇനി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കട്ടോ. ഡിവൈസ് ഒരിടത്ത് വെക്ക്, മടിയിലല്ല, ടേബിളിൽ ഒരു ഇതിൽ വെക്ക് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? നൗറ. വീഡിയോ ഒക്കെ അയച്ചു തന്നീന്നല്ലോ. ഇത് വായിച്ചേ, ഞങ്ങളും കൂടി കേൾക്കട്ടെ. ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും മാത്രമേ വായിച്ചു കൊടുക്കുള്ളൂ. വായിച്ചേ, ബിസ്മില്ല. നൗറ വായിച്ചേ. അസദ്. വെരി ഗുഡ്. അടുത്തത്. ഞാൻ നോക്കി വായിക്കേ. എന്താണ് എഴുതിയേ? ബുസ്താൻ. എങ്ങനെ അക്ഷരം നോക്കിയിട്ടാണോ വായിക്കുന്നേ? എന്താ പഠിച്ചത് നമ്മള്? ബ, ബി, ബു പഠിച്ചു. ബൂ അങ്ങനെ നോക്കിയിട്ടുണ്ടാ? ബുസ്താൻ അങ്ങനെ നോക്കി വായിച്ചേ. വെരി ഗുഡ്. ബുസ്താൻ. ഇനി അടുത്ത് വായിച്ചേ. ലെറ്റർ നോക്കി വായിച്ചേ. വായിക്കോ, വേഗം വായിക്ക്. തൈസ്. വെരി ഗുഡ്. തൈസ്. അടുത്തത്. അടുത്ത വായിച്ചു. ഓരോ ലെറ്റർ നോക്കി വായിക്കുക. വീഡിയോയിൽ വായിക്കുന്ന പോലെ ഓരോ ലെറ്റർ വായിക്കും. വായിച്ചു കൊടുത്തേ. പിന്നെ കെൻസക്ക് വായിച്ചു കൊടുത്തേ. അവള് വായിക്കൂല. നിബ്റാസ്. അടുത്ത വായിച്ചേ, നോക്കിട്ട് വായിക്കേ. റഅസ്. എവിടെ? നൗറന്റെ റഅസ് എവിടെയാ? ഓക്കെ, നേരല്ലേ അവൾക്ക്. അടുത്തത്. അടുത്ത വായിച്ചേ. ഷൗക്ക്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത വായിച്ചേ. സിംഹക്കുട്ടിക്ക് എന്താ പറയാ? കബിന് എന്താ പറയാ? ഷിബിൽ. എന്താണ്?
ഇല്ല, അവളിപ്പോ വിചാരിച്ചിട്ടില്ല വായിക്കാൻ. ആ, ഷിബിൽ. അടുത്തതോ? അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല. വീഡിയോയില് വായിച്ചു തരുന്ന പോലെ ഓരോ ലെറ്ററും വെച്ച് വായിച്ചു തരും. ഇപ്പൊ വിചാരിച്ചിട്ടില്ല. ഇനി സഹ്റ എവിടെ പോയി? സഹ്റ വായിച്ചോ മോളെ. സഹ്റക്ക് കഴിഞ്ഞ ക്ലാസ് പോയിട്ടുണ്ടോ? ആ, അതുകൊണ്ട് എന്നാ വായിച്ചോ, എന്തായാലും നോക്ക. നമ്മൾ കഴിഞ്ഞ ആഴ്ച റിവിഷൻ ഉണ്ടായിരുന്നല്ലോ, നോക്കിയത്. അറിയാത്ത ഞാൻ പറഞ്ഞുതരാം, വായിച്ചോ. അതിനും ഇന്ന് ലീവ്. അസദ്. അതിലേതാണ് അറിയാത്ത ഒന്ന്? സാ അറിയില്ലേ? സാ നമ്മൾ പഠിച്ചില്ലേ, 3 ബോട്ട് ഒരുമിച്ച് വരച്ചിട്ട് അല്ലേ? അതാണ് സ അല്ലേ? അതിന്റെ മുകളിൽ ഡോട്ട് ഇട്ടാല് ഷ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അന്ന് ഉണ്ടായിരുന്നില്ലേ? ക്ലിയർ ഇല്ലല്ലോ. ക്ലിയർ ഇല്ല? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? അത് നിങ്ങൾ അവിടുത്തെ പ്രശ്നമാണ് കേട്ടോ. അസദ്. വെരി ഗുഡ്. ഇനി അടുത്ത വായിച്ചേ. ഫസ്റ്റ് ലെറ്റർ ഇതാണ്. കാണുന്നില്ല? നിങ്ങൾക്ക് നല്ല റേഞ്ചിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. റേഞ്ച് കിട്ടുന്ന ഒരു സിമ്മ് വാങ്ങിയാൽ മതി. വായിച്ചേ, കേൾക്കുന്നില്ല. പോയി. ആദം. സഹറ വായിക്കട്ടെ. പിന്നെ കാണുന്നുണ്ടോ? ഞാൻ ഈ സ്ക്രീനിലുള്ള കാണുന്നുണ്ടോ സഹറക്ക്? കാണുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കൊന്ന് കട്ടായി പോയി. എന്നാ ഇനി വായിച്ചു നോക്കിയത്. ഫസ്റ്റ് ലെറ്റർ ഇതാണ്. ബുസ്. ബുസ്താ. ബുസ്താൻ. വെരി ഗുഡ്. അപ്പൊ അതറിയാം. പിന്നെ ലാസ്റ്റ് ക്ലാസ്സാണ്. ബുസ്താൻ. വെരി ഗുഡ്. ബുസ്താൻ. ഓക്കെ, ഇനി അടുത്ത് വായിച്ചോ. അത് കഴിഞ്ഞു. ബുസ്താൻ കഴിഞ്ഞു. ഇനി അടുത്ത് വായിച്ചോ. അടുത്തത് കട്ടായി പോകുന്നുണ്ട്. ആദം വായിക്കോ? ആദം വായിക്കോ? ആദം ഓഡിയോ ഓൺ ചെയ്ത് വായിച്ചേ. സഹറിന്റെ കട്ടായി പോയിട്ടുണ്ട്. വായിക്കോ ആദം? ഓഡിയോ ഓൺ ആക്കി വായിച്ച മോനെ. പിന്നെ ആരല്ലേ? ഇത്ര ആളേ ഉള്ളൂ അല്ലേ? ഓക്കെ. അതിനുമാണെന്ന് ലീവ് എന്ന് പറഞ്ഞേ. 7 പേര്. അതിലൊന്ന് ഞാനല്ലേ? ഓക്കെ. എന്നാ മിസ്രിയ വന്നോ? മിസ്രിയ പോയാ? മിസ്രിയും പോയോ? മിസ്രിയ ഇതും കൂടി ഒന്ന് വായിച്ചേ മോളെ. ഈ ലാസ്റ്റ് ഭാഗം. ഈ ഭാഗമാണോ മിസ്രിയ വായിച്ചേ? അതോ ജുവൈരിയാണോ വായിച്ചേ? ഇവിടെ ജുവൈരി അല്ലേ വായിച്ചേ? ജുവൈരി സ്ക്രീനിൽ കളിക്കല്ലേ? മിസ്രിയ ഇവിടുന്ന് ഒന്ന് വായിച്ചേ. ഈ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് വായിച്ചേ. ഷുർബ്. ഓക്കെ. വെരി ഗുഡ്. അടുത്തത്
അഷ്റഖ് അഷ്റഖ ക ഇവിടെ ഇതുണ്ട്. ഇവിടെ ആകാരത്തിന് അഷ്റഖ. ആ വായിച്ചോ. മിസ്രി അല്ലേ വായിക്കുന്നത്? വായിച്ചോ. യുഷിരിക്കു ആ യുഷ്രിക്കു രി യുഷ്രിക്കു. യുഷിരിക്കു ആ വെരി ഗുഡ്. ആ ഷിറഖ് ആ ഇഷ്റാഖ്. ഇഷ്റാഖ് ആ കണ്ടോ, റാന് അലിഫ് കൊണ്ട് നീട്ടി അല്ലേ. ഇഷ്റാഖ്. ഓക്കെ, അടുത്തത് ബഷർ ബഷർ. വെരി ഗുഡ്. ആ ഷാബ് ഷാനി ഷനിഹക്ക ആ ഷനിഹക്ക ഒന്നും കൂടി. ഷായി ആ ഷാനി ആ ഷാനി അക്ക. ഷാനി അക്ക. എന്താണ്? ആ ഷാനി അക്ക. ഓക്കെ, അടുത്തത് സുലൂക്ക് സുലൂക്ക്. ആ ഉം, ലാഷാദി ലഷദി ആ വെരി ഗുഡ്. ലാ നീട്ടാനില്ല. ലഷദീദ്. ഓക്കെ, അടുത്തത് സറബീൽ സറാബീൽ. സറാബീൽ. ജുവൈരിയ ജുവൈരിയ സ്ക്രീനിൽ കളിക്കല്ലേ. ആ അടുത്തത് താഷി ആ ഷി അല്ല, തഷ്. തഷ്തൈ തഷ്ത. ആ തഷ്തരി. തഷ്തരി തഷ്തരി. ആ വെരി ഗുഡ്. അടുത്തത് സുഹ്ല സുഇല. സുഹില ആ സുഇല. മാഷാഅല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. നന്നായി വായിച്ചു കേട്ടോ. അതിന് ജുവൈരി ഒന്നും കൂടി ഇത് ഇവിടെയും കൂടി വായിച്ചു. ഇവിടെ ജുവൈരി വായിച്ചിട്ടില്ലല്ലോ. വായിച്ചിരുന്നോ? വായിച്ചു. ഇവിടെ വായിച്ചിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ വായിച്ചു. ജുവൈരി ഇവിടെ വായിച്ചു. മേലെയാണ് വായിക്കാതെ. അല്ലെങ്കിൽ ഇവിടെ വായിച്ചോ, ഒന്നും കൂടി വായിച്ചോ. അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ. മേലെ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇവിടെ വായിച്ചു. ഷുർബ് ആ ഷുർബ്. വെരി ഗുഡ്. എന്തായാലും സഹറ വന്നിക്കണമെങ്കിൽ ഈ ഭാഗം ശ്രദ്ധിക്കട്ടാ. ഷ ആ ഷറ ആ ഷറാബ് ആ വെരി ഗുഡ്. ഷറാബ്. റോ ഉയർത്തി പറയണം കേട്ടോ. ഷറാബ്. ഓക്കെ. അ അഷറക ആ അഷറക അഷ്. അഷ് അല്ല, അഷ്. അഷ്. അഷ് ആ അഷ് റോക്ക. അഷറക അഷ് റോക്ക. അടുത്തത് യു യുവഷ് യുവശ്രീകു ഒന്നും യു കൂടി. ഒന്നും കൂടി. യുവശ്രീകു ആ യുഷ്രിക്കു. ആ വെരി ഗുഡ്. അടുത്തത് ഇ ഇ ഇ ഇഷ്റാഖ് ആ ഇഷ്റാഖ് ഇഷ്റാഖ്. ആ വെരി ഗുഡ്. ആ അടുത്തത് ബ ബഷാർ ബഷർ. വെരി ഗുഡ്. ഷ ഷലാ ഷാ. ഷാ ലാ ഇല്ല, ലാ ഇല്ല. അതല്ലേ നേരത്തെ പറഞ്ഞെന്ന്. ലാ ലാ ഇതല്ലേ ലാ. ഇതാണ് ലാ. ഇത് ഷാന്റെ കൂടെ എഴുതുമ്പോ ഇങ്ങനെ ഷാന്ന് നീട്ടാനാണെങ്കിൽ അലിഫിന് ശേഷം അക്ഷരങ്ങളൊന്നും എഴുതൂലല്ലോ. ലാ വേറെ എഴുതുക അല്ലേ. ഇത് ഷ ആയത്. ആ ലാ ആണെങ്കിൽ വേറെ എഴുതുക കേട്ടോ. അലിഫ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ ഇത് അലിഫാണെന്ന് എങ്ങനെ മനസ്സിലാവുക? അലിഫിന് ശേഷം ജോയിൻ ആയിട്ട് വേറെ ലെറ്റർ വരില്ല നമ്മൾ പഠിച്ചില്ലേ. അതാണ്. ഇതുണ്ടോ, ഷാ കഴിഞ്ഞിട്ട് നീ വേറെ എഴുതിയത്. ലാ ആണെങ്കിൽ എന്താവും? ലാ എഴുതിയിട്ട് ലാന്റെ ഷേപ്പ് ഇങ്ങനെയല്ലേ, ഇത്രയും ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് ഉണ്ടല്ലോ.
അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ലാ എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഇപ്പൊ സലക്ക എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം അല്ലേ, സലക്ക. അപ്പോൾ സാ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെയാണ് ലാ എഴുതുക കേട്ടോ, ഇങ്ങനെയാണ് ലാ എഴുതുക കേട്ടോ. ഓക്കെ, എന്താണ് ഷാനി ആക്ക, എന്താണ് ഷാനി ആക്ക പറഞ്ഞേ. ഷാനി അക്ക. എന്നിട്ട് കണ്ണിങ്ങനെ വലിച്ചു തുറക്കണ ഉറക്കം വരുന്നുണ്ടോ? ആ അടുത്തത് ഷു ഷു അല്ല സു. സു ആ സുലൂക്ക്. ആ സുലൂക്ക്. സഹറ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടാ, ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക്. ലാ ഉം ലാഷ ഉം ലാഷ ദീ. ആ വെരി ഗുഡ്, ലഷദീദ്, വെരി ഗുഡ്. അടുത്തത് സ ആ സറാ ആ സറാബീ ആ സറാബീൽ. സറാബീൽ. ആ വെരി ഗുഡ്. അടുത്തത് ത ഉം താഷ് ആ തശ്. തഷ് താ ഉം തഷ് തഷ് തശ്ചീ ആ തശ്തരി. തശ്തരീ. അടുത്തത് ഉ ഉം സു ആണ് കേട്ടോ, സു. സു സു കഴിഞ്ഞിട്ട് ഇ യാന്റെ മുകളിൽ ആ എഴുതി, ആക്ക് അടിയിൽ വരട്ടപ്പോ ഇ, അപ്പൊ സു ഇ. പിന്നല്ല. സുഇല. ആ വെരി ഗുഡ്, മാഷാഅല്ലാ, മബ്റൂക്ക്, ബറക്കല്ലാഹു ഫീക്കും. മറ്റേ ഉഫ്, എന്താണ് പേര്? അമീൻ പോയാ? അമീൻ അവിടെ ഉണ്ടാ? വായിച്ചു മോനെ, ഈ ഭാഗം ഈ വായിച്ചിട്ടില്ലല്ലോ, ഇവിടെ വായിച്ചു നോക്കിയേ. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. ആ ലീവായിന്ന് തോന്നുന്നുണ്ട്. ആ ദഹ്റനെയും കിട്ടുന്നില്ലല്ലോ, ദഹ്റനെയും കിട്ടുന്നില്ല. ഓക്കെ, ആ സാരല്ല. ഓക്കെ, ഇനി അടുത്ത ഇത് വായിച്ചേ. ഇത് എല്ലാവർക്കും കഴിയുന്നുണ്ടാവും. കെൻസ വായിച്ചു നോക്കിയേ, ഇതൊക്കെ എന്താണെന്ന്. ഈ ലെറ്ററുകൾ അറിയാൻ നോക്കട്ടെ, ഒന്ന് വായിച്ചേ. ബിസ്മില്ല, ഓഡിയോ ഓണാക്ക്. ആ ബിസ്മില്ല. ഉം ബാ ആ താ ഉം ഹാ ഉം ഞാ ഉം യാ ഉം സനായ സ എന്താണ്? സി സ സ. സറ ആ ഇതെന്താ? ഷാ ആ വെരി ഗുഡ്. ആ ദാൽ ദ. ആ ദാ ആ ദ പറയുമ്പോ നാവിന്റെ തുമ്പ് നമ്മുടെ മുന്നിലെ പല്ലിന്റെ അവിടുന്ന് ഇത്തിരി പുറത്തോട്ട് വരണം കേട്ടോ. ദ. എന്താണ്? ദ. റാ ആ വെരി ഗുഡ്. ആ റാ ആ റോ റോ ഉയർത്തി വെച്ചിരിക്കണം. ആ ദാ ദ. ആ വെരി ഗുഡ്. ഇതോ? വാ ആ ലെറ്റേഴ്സ് ഒക്കെ അറിയാം അല്ലേ. ഓക്കെ. ആ അലിഫ് അലിഫ്, വെരി ഗുഡ്, ലാം വെരി ഗുഡ്. കാ ക. ആ വെരി ഗുഡ്. ആ എന്താണ്? ആ ആ ആ ഇതാണ് ആ. ഇതാണ് ആ. ആ ഇത് ഇത് ഇങ്ങനെ ഇട്ടാല് ഇ, ഇങ്ങനെ ഇട്ടാല് ഉ. ഊ. ആ അതൊക്കെ പിന്നീട് പഠിക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പൊ മാഷാ അല്ലാ, മബ്രൂക്ക്. അപ്പൊ ഇതൊക്കെ അറിയാം, ലെറ്റേഴ്സ് അറിയാം നന്നായിട്ട്. അപ്പൊ ഇനി അത് കൂട്ടി വായിക്കാനാണ് അറിയണ്ടേ അല്ലേ. എന്താണ് നമ്മള് ആദമ വായിക്കുവോ? ഇനി ഇതൊക്കെ ഒന്നും കൂടി വായിച്ചേ. നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. കാണുന്നില്ലേ? കാണുന്നില്ലേ സ്ക്രീൻ ഉണ്ടായിട്ട്? കുഴപ്പമില്ലല്ലോ. വായിച്ചേ. ആരാ വായിക്കുന്നേ? എല്ലാവരും കൂടി വായിച്ചേ. ബിസ്മില്ല. സഹ്റ പോയില്ലേ? സഹ്റക്ക് റേഞ്ചിന്റെ ഇഷ്യൂസ് നല്ലോണം ഉണ്ട്.
വായിച്ചേ. Ba. നീ നീ നിബ് Nib. നിബ്റാസ്. എന്താണ്? നിബ്റാസ്. കെൻസ ശ്രദ്ധിച്ചോ? നിബ്റാസ്. നെറ്റ് കിട്ടുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ഇടിയും മഴ ആയതുകൊണ്ടേ അതാണ് ഇവരൊക്കെ ലീവ് ആയല്ലേ. ഓക്കെ, അടുത്ത് വായിച്ചു നോക്കിയേ. തൈസ്. എന്താണ്? തൈസ്. തൈസ്. ഓക്കെ, അടുത്തത്. വായിച്ചേ. ആരാ വായിക്കുന്നേ? ഇവരൊക്കെ വായിക്കാത്ത ആൾക്കാരാ. മിസ്രിയ വായിച്ചൊന്നാ. മിസ്രിയ പോയാ? മിസ്രിയൊക്കെ അവിടെ ഇടിമിന്നുണ്ട്. അപ്പൊ മിസ്രിയ വായിക്കോ? ഇതൊക്കെ വായിച്ചേ. മിസ്രിയും ജുവൈരിയും കൂടി വായിച്ചോ. ബാക്കിയുള്ളവർ വായിക്കാത്ത ആൾക്കാരാ. മിസ്രിയക്കും കുഴപ്പമുണ്ട്, റേഞ്ച് പ്രശ്നമുണ്ട്. ജുവൈരിയ പിന്നെ അവിടെ ആയതുകൊണ്ടേ. ജുവൈരിയക്ക് ഇടി മിന്നു എന്താന്നറിയോ? ഇടി വെട്ടണത് മഴ പെയ്യുമ്പോ ഭയങ്കര ശബ്ദം ഉണ്ടാവൂല, അതറിയോ എന്താന്ന്? കേട്ടിട്ടുണ്ടാ? നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അത്? ഇല്ല അല്ലേ, ഭാഗ്യം. അവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ ലൈറ്റിൽ കത്തുന്ന കണ്ടിട്ടില്ല? മഴ പെയ്യുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടാവും, പിന്നെ ശബ്ദം ഉണ്ടാവും. അറിയില്ല? ജുവൈരിയ പറ. ഇനിയിപ്പോ എനിക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടി വരും, അതാണ് പ്രശ്നം. ഇടിയും മിന്നിനിപ്പോ എന്താ ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, കുഴപ്പമില്ല. വായിച്ചേ. ബിസ്മില്ല. അതെന്താണ്? റസൂൽ. വെരി ഗുഡ്. അടുത്തത് റസൂൽ എന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിരുന്നു ഞാനല്ലേ. എഴുതിയിട്ട് ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. കാണിച്ചു കൊടുത്താ? റസൂലിന് എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചിടാൻ പറഞ്ഞു. കുറച്ച് പേരൊക്കെ അയച്ചു തന്നിരുന്നു. റസൂലിന് എഴുതാൻ പഠിച്ചത് കേട്ടാ. ഓക്കെ, അടുത്ത വായിച്ചേ. ശിവാർ. വെരി ഗുഡ്. മിസ്രിയ വീഡിയോ ഓൺ ആയിട്ടില്ലെങ്കിൽ വായിച്ചോട്ടോ. എന്താണ്? അസദ്. 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 അന്ന് പുതിയത് എടുക്കണ്ട. അന്നിപ്പോ അവർക്കൊന്നും റേഞ്ച് ഇല്ല. ചില ആളുകളൊക്കെ ലീവാണ്. നമുക്ക് നാളെ പുതിയ ലെറ്റർ എടുക്കാം കേട്ടോ. നാളെ പുതിയത് ഇൻഷാല്ല 2 ലെറ്റർ 3 ലെറ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, വായിച്ചേ. മിസ്റ്റിയ വായിച്ചോ. ജുവൈരിയ രണ്ടാളും കൂടി വായിച്ചോളൂ. എഴുതിയിട്ട് അലിഫിന്റെ മുകളിൽ ആ എഴുതിക്കണത് കേട്ടോ. സ അല. സ അല. ഓക്കെ ഓക്കെ, അടുത്തത് സ അല. അടുത്തത് സുആൽ. സുആൽ. വെരി ഗുഡ്. എങ്ങനെ ആൽ എന്ന് വായിച്ച എന്തുകൊണ്ടാ? നമ്മുടെ സു എഴുതിയിട്ട് വാവിന്റെ മുകളിൽ ആ എഴുതി അല്ലേ. വാവിന്റെ മുകളിൽ എന്റെ ആ എഴുതുമ്പോ അത് എസ് ആയി മാറുന്നുണ്ട് അല്ലേ. എന്നിട്ട് അലിഫ് കൊണ്ട് നീട്ടി. അപ്പൊ ആ വായിക്കും. അപ്പൊ സുആൽ. എന്താണ്? സുആൽ. ഓക്കെ, ഇനി അടുത്തത് ടീച്ചറെ നമ്മള് ആദമ ലീവ് ചെയ്തോട്ടെ. ആദമോ ഒന്നും വായിച്ചില്ലല്ലോ. ആദമ ചിരി തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു വായിക്കുന്നു. എന്തേ അവിടെ ഇടിമിന്നുണ്ടാ? വായിച്ചില്ല. ഇല്ല, അവൻ വായിക്കുന്നു ഞാൻ വിചാരിച്ച്. പോട്ടെ, അവന് ഓഫ് ലീവ് ചെയ്തോട്ടെ ചോദിക്കുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവൻ എന്നാലും അവൻ ശ്രദ്ധിക്കണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലീവ് ചെയ്താളി. അല്ല, ഇടയ്ക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. അല്ല, എന്തെങ്കിലും ആവശ്യം ലീവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവനോട് ഇരുന്നോട്ടെ, അവൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇരുന്നോട്ടല്ലേ. ഇരുന്നോട്ടെ, ലീവ് ചെയ്യണ്ട. ആവശ്യമൊന്നുമില്ല, ഓനായിട്ട് പറഞ്ഞതാ. വേണ്ട അവിടെ ഇരുന്നോ. ഇവര് വായിക്കുമ്പോ കേട്ടാ എനിക്ക് അറിയാലോ. അയ്യോ, നന്നായി വായിക്കുന്ന കുട്ടിയാണല്ലോ. എനിക്ക് വായിച്ചു തരില്ല എന്നല്ലേ ഉള്ളൂ. ഇനി എന്താ ഞാൻ ചെയ്യാനറിയോ? ആദമിന്റെ വീട്ടിക്ക് വരും. അപ്പൊ എന്താ ചെയ്യാൻ? എനിക്ക് വായിച്ചു തന്നോളൂ ട്ടാ.
ഓക്കെ, ആദമിന്റെ നൗറിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഞാൻ വായിപ്പിക്കേണ്ടി വരും. എന്നാലും അവര് വായിക്കാൻ ഇരുന്ന് പറ്റും. ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് അവര് വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ ഇരുന്നാട്ടാ, ഇന്ന് നോക്ക് പുതിയ ഫ്രണ്ട്സ് ഒക്കെ വന്ന് അവള് ഇരിക്കുന്ന നോക്ക്, നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് അവര് രണ്ടുപേരും എന്റെ കസിന്റെ പേരക്കുട്ടികളാ. ആണോ? പുതിയ കുട്ടികൾ പുതുതായി ജോയിൻ ചെയ്ത അവരെങ്ങനെയാണ് അവരുടെ കപ്പാസിറ്റി നോക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഇരുത്തിയതാ. കെൻസുൽ ജൻ, മറ്റാള് പേരെന്തെങ്കിലും വേറെന്തോ പേര് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. എന്തായിരുന്നു മറ്റാളെ പേര്? റൂഹുൽ അമീൻ. വെറൈറ്റി പേരാന്നല്ലോ. വെറൈറ്റി പേരാണ്. പക്ഷെ ആൾക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്, ആളങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇരുന്ന അവര് കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നെങ്കിൽ കേട്ടിക്കോളും. ഓക്കെ, ഇനി വായിച്ചേ. ആരാ വായിക്കുന്നേ? വായിച്ചോളി. യഷ്റബു. എന്താണ്? യഷ്റബു. വെരി ഗുഡ്. അടുത്തത് വെരി ഗുഡ്. കബഷ്. ഓക്കെ, അടുത്തത് ഷാനിക. ഷാനി. അതിന്റെ നടുവിലൊരു ഉണ്ട്. ജുവൈരിയ വായിക്കേ. ഇത് ഞാൻ ഇവിടെ എഴുതി തരാം, കണ്ടോ? ഷാ. ഓക്കെ, നീ ഇതുവരെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ യാ ഇട്ടിട്ട് അതിന്റെ മുകളിൽ എഴുതി, അപ്പൊ ഷാനി പിന്നെ ക എഴുതി, അപ്പൊ ഷാനി ആക്ക. ഷാനി ആക്ക. അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആണ്. നിങ്ങളിങ്ങനെ ഈ ഒരു ഷേപ്പിൽ കണ്ടതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് എന്താ വായിച്ചേ? സലക്ക. വെരി ഗുഡ്. ഇവിടെ നിങ്ങൾ സാ ആണ്, നീട്ടാനാണെന്ന്, അലിഫാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം അലിഫിന് ശേഷം ജോയിൻ ആയിട്ട് ഒന്നും എഴുതാൻ പാടില്ല. നമ്മൾ പഠിച്ചില്ലേ? അലിഫ്, വാവ്, റാ, ദ, സ, ദ. പിന്നെ ഏതാ? ഇത്രല്ലേ ഉള്ളൂ. ഇതിന് ശേഷം ഒന്നും വേറെ ലെറ്റർ ജോയിൻ ആയിട്ട് വരില്ല അല്ലെ? ഇവിടെ ഒന്നും ജോയിൻ ആയിട്ട് ലെറ്റർ വരില്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അത് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ആദ്യപ്പെട്ട അക്ഷരാണ് അലിഫ്. അപ്പൊ അലിഫിനോട് ജോയിൻ ആയിട്ട് ഒന്നും വരില്ല. അപ്പൊ ഇത് നമ്മള് സ കഴിഞ്ഞിട്ട് ല ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സ ല പിന്നെ ക. സലക. വെരി ഗുഡ്. ഇനി അടുത്ത് വായിച്ചേ. റഅസ്. ഓക്കെ, അടുത്തത് ലഷദീദ്. എന്താണ്? ലഷദീദ്. ജുവൈരിയ വായിച്ചോളൂ. ജുവൈരിയും മിസ്രിയും വായിച്ചോ? ബാക്കിയുള്ളവർ വായിക്കാത്ത ആൾക്കാരാ. ലഷദീദ്. ഇനി അടുത്ത് വായിച്ചേ. അടുത്തത് ഇഷ്റാഖ്. എന്താണ്? ഇഷ്റാഖ്. ഇനി അടുത്ത് വായിച്ചേ. വായിക്കേ ജുവൈരിയ. മിസ്രിയ ഓഡിയോ ഓണാക്ക്. എന്താ? ലാസ്റ്റ്. വെരി ഗുഡ്. സറാബീൽ. ഓക്കെ. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഈ ആക്ടിവിറ്റീസ് എന്താണ്? ലെറ്റേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ അല്ലേ? അതെന്താണ്? ട്രിപ്പിൾ ബോട്ട് ലെറ്റേഴ്സ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഇത് ട്രിപ്പിൾ ഡോട്ട് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. അതല്ല കേട്ടോ, എനിക്ക് ഇവിടെ മാറിപ്പോയത്. കണ്ടോ, ഇവിടെ ബോട്ട് എന്നാണ്, ഡോട്ടല്ല. ഞാൻ ഡോട്ടാണോ എന്ന് വിചാരിച്ചു. എന്താണ്? മനസ്സിലായില്ല. ബുക്കൊക്കെ തരും ട്ടാ. അതത് നോക്കിയാ മതി ട്ടാ. ബുക്കൊക്കെ തരും ഇൻഷാ അല്ലാ. ഇന്ന് ആദ്യമായിട്ട് വെറുതെ ഇരുത്തിയതാണ് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇരുന്നതാ. ബുക്കൊക്കെ നമ്മൾ തരും ട്ടോ ഇൻഷാ അല്ലാ.
ബുക്കിലുള്ളത് തന്നെയാണത്. ആ ഓക്കെ, അത് പറഞ്ഞു തരണ്ട് കേട്ടാ. ഓക്കെ, ഗുഡ് ഗേൾ. ഓക്കെ. ഓക്കെ, ഗുഡ് ഗേൾ ആണ് അവള്. അപ്പൊ ട്രിപ്പിൾ ബോട്ട് പറഞ്ഞ എന്താണ്? നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ബോട്ട് വരച്ച് പഠിച്ചില്ലേ ജുവേരിയ? ശ്രദ്ധിക്ക്, സ്ക്രീനിൽ നോക്കിക്കോ. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നോട്ട് നോക്കിയത്. നമ്മൾ ട്രിപ്പിള് ബോട്ട് ഏതാ പഠിച്ചേ? ഏത് ലെറ്ററാ പഠിച്ചേ? സാ അല്ലേ? ആ വെരി ഗുഡ്. പിന്നെ ഏതാ ഒന്നും കൂടി പഠിച്ചേ? ത ഷാ. ഷ. ഈ 2 ലെറ്ററാണ് 3 ബോട്ട് വരച്ചിട്ട് നമ്മൾ ചെയ്തത് അല്ലേ? ഓക്കെ, അതാണ് ഫസ്റ്റ് വർക്ക് കേട്ടോ. സെക്കൻഡ് എന്താണ്? നോൺ ജോയിൻഡ് ലെറ്റേഴ്സ് അല്ലേ? നോൺ ജോയിൻഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ലെറ്ററിന് ശേഷം ജോയിൻ ആയിട്ട് ഒന്നും വരില്ല അല്ലേ? അത് നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു അല്ലേ? ഒന്ന് അലിഫ്, ഒന്ന് വാ, ഒന്ന് റ, ഒന്ന് സ, ഒന്ന് ദ, ഒന്ന് ദ. ഇതിനൊന്നും ശേഷം വേറെ ലെറ്റർ ജോയിൻ ആയിട്ട് വരില്ല. ഇനി വേറെ ഉണ്ടോ മിസ്റ്റിയ? എഴുതണോ? വേറെ ഉണ്ടോ? എഴുതണോ? എഴുതണ്ട. എഴുതണമെങ്കിൽ എഴുതിക്കോളി, അല്ലെങ്കിൽ നിങ്ങക്ക് അറിയില്ല ഇത്. എഴുതണോ? എഴുതണമെങ്കിൽ എഴുതിക്കൊന്ന് എഴുതിക്കോളി. ഇനി നിങ്ങൾ മറക്കുന്നുണ്ടെങ്കിൽ ഇത് എഴുതിക്കോളി. ഇന്നത്തെ ക്ലാസ് റെക്കോർഡാണ് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് 3 ബോട്ട് വരച്ചിട്ട് നമ്മൾ ഏത് ലെറ്ററാ പഠിച്ചതെന്നാണ് ചോദ്യം. അതാണ് ഒന്ന് സ, ഒന്ന് ഷ. ഓക്കെ, കെൻസ, ഇതിന്റെ ഒക്കെ പേര് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ലെറ്ററിന്റെ പേര് സി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നമ്മൾ ലെറ്ററിന്റെ പേര് പഠിച്ചിട്ടില്ല കേട്ടോ. അതാണ് സ, ഷ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. മറന്നുപോയി. ആ ഓക്കെ ഓക്കെ. അതല്ല, സി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ അത് പഠിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പോ സ പഠിച്ചു, ഷ അങ്ങനെയാ പഠിച്ചേട്ടോ. സ, സി, സു അങ്ങനെ. അടുത്ത എഴുതിയോ? അലിഫ്, വാവ്, റ, സ. സാന്റെ ഡോട്ട് കുറച്ച് വലുതായി പോയാ? സ, ദ, ദ. ഓക്കെ, എത്രയും ലെറ്റർ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇനി ഉണ്ടോ മിസ്റ്റിയ? അല്ലെങ്കിൽ എന്താ അവളുടെ പേര്? ജുവൈരിയ. ഇനിയില്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഐഡന്റിഫൈഡ് വിത്ത് ഡോട്ട്സ് ഓൺലി. ഡോട്ട് മാത്രമുള്ള ലെറ്റർ ഏതൊക്കെയായിരുന്നു? ആ എന്താണ്? ബാ. ആ വെരി ഗുഡ്. ആ ഞാൻ എഴുതിയതൊക്കെ എന്റെ കൂടെ താഴോട്ട് പോരുന്നുണ്ട്, അപ്പൊ ഞാൻ മായ്ക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തിന്? ഐഡന്റിഫൈ വിത്ത് ഡോട്ട്. ആ ഒന്ന് ബാ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ത, ത. പിന്നെന്താണ്? സ, സ. എന്താണ്? ഞ. അതിനൊക്കെ ഡോട്ട് ഉണ്ട് അല്ലേ? പിന്നെന്തായിരുന്നു? റ, സ, പിന്നെന്താ? ഷ അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ? ക, ല, ആ, അതിനൊന്നുമില്ല. ഓക്കെ, ഇത്രയും ലെറ്ററുകളാണ് നമ്മൾ ഡോട്ട് വെച്ച് പഠിച്ചത് അല്ലേ? നമ്മൾ ഡോട്ട് വെച്ച് പഠിച്ചത് ഇത്രയും ലെറ്ററുകളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈഡ് വിത്ത് ഷേപ്പ് ഓൺലി. ഷേപ്പ് മാത്രം വെച്ച് നമ്മൾ തിരിച്ചറിയുന്ന ലെറ്ററുകൾ ഏതൊക്കെയാ? ഒന്ന് അലിഫ്, പിന്നെ ഒന്ന് ബ അല്ല, ത, സ, ന ഇല്ല, ദ അല്ലേ? ദ. അതേപോലെ റ, റ അതിന് ഡോട്ട് ഇല്ല അല്ലേ? അതേപോലെ വ. ഓക്കെ, പിന്നെ സ അല്ലേ? ഇത്രയും ലെറ്റർ ഉള്ളൂ അല്ലേ? അപ്പൊ അതിങ്ങനെ പിഷ്ട് ചെയ്തൊന്നും വേണ്ട, നമുക്ക് വെവ്വേറെ തന്നെ എഴുതാം അല്ലേ? എഴുതുണ്ടെങ്കിൽ എഴുതിക്കൊള്ളി. കഴിഞ്ഞാൽ പറയട്ടോ. അലിഫ്, വാ, ഷേപ്പ് കൊണ്ട് തിരിച്ചറിയാതിനല്ലേ? ദ, റ, സ. ഇത്രയും ലെറ്ററുകളാണ് നമ്മൾ ഷേപ്പ് മാത്രം, ഡോട്ടില്ല. വേറെ ഇനി ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ് ഇപ്പൊ കഴിയൂട്ടാ. 2 മിനിറ്റും കൂടി ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തിങ്കളാഴ്ചത്തെ ബാച്ച് ഫസ്റ്റ് തുടങ്ങുന്നതാക്കാം അല്ലേ? കഴിഞ്ഞ അത് മാറ്റട്ടെ? ജുവേരി എഴുതി കഴിഞ്ഞ? ഓക്കെ, ഇനി അടുത്തത് എന്താ ചോദ്യം? ഐഡന്റിഫൈഡ് വിത്ത് ഷേപ്സ് ആൻഡ് ഡോട്ട്. ഡോട്ടും ഷേപ്പും കൂടി ഉള്ളത് ഏതാ? ഷേപ്പും ഉണ്ട്, ഡോട്ടും ഉണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ. ഒന്ന് ബ, ഒന്ന് ത, ഒന്ന് സ,
ഒന്ന് ന, പിന്നെന്താ റ, സ, ഷ. ഇത്രയും ലെറ്ററുകൾ. ഷേപ്പ് ഓൺലിയില് വേറെ ഉണ്ട് കേട്ടോ. അതാ കാ ഇല്ലേ, നമ്മൾ കാ പഠിച്ചിട്ടില്ലേ, ലാ പഠിച്ചിട്ടില്ലേ, ആ പഠിച്ചിട്ടില്ലേ. അതൊക്കെ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ആയിപ്പോവും. ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. പക്ഷി വായ തുറക്കുന്ന പോലെ. ഷേപ്പ് മാത്രമല്ല ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ വേണമെങ്കിൽ ഇനി വാട്സപ്പിൽ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ ഞാൻ നോട്ടാക്കിയിട്ട് തരാം. അതാവും ഒന്നും കൂടി നന്നാവുക. ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. കാരണം നമ്മൾ ഷേപ്പ് മാത്രം വെച്ച് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാ. അത് ഞാനിത് ഈ സ്ക്രീന് മാറ്റുമ്പോൾ എൻ്റെ കൂടെ എഴുതിയതും പോരും. അതുകൊണ്ട് എനിക്ക് പോയിട്ട് ഇതാക്കാനും വയ്യ. ഓക്കെ, അടുത്തത് ഹെൽപ്പിംഗ് ലെറ്റേഴ്സ്. ഹെൽപ്പിംഗ് ലെറ്റേഴ്സ് എന്തൊക്കെയാ? ആന ഇരിക്കാൻ സഹായിക്കുന്നത് ഒന്ന് അലിഫ്, ഒന്ന് വാവ്, ഒന്ന് യാ അല്ലേ? വവൽ, ലോങ് വവൽസ് പോലെ തന്നെയാണ്. യാ ഇന് ഡോട്ടില്ല കേട്ടോ. ഇതാണ് ഹെൽപ്പിംഗ് ലെറ്റേഴ്സ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ, ഖ, മ ഈ 3 ലെറ്റർ പഠിക്കണം കേട്ടോ. ഖുർആൻ ഒക്കെ എഴുതി പഠിക്കണം കേട്ടോ ഇൻഷാല്ല. അപ്പൊ നമുക്ക് നിർത്താം. ഇന്ന് എല്ലായിടത്തും ഇടിയും മിന്നുണ്ട്. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ ഈ ഭാഗത്ത്? സാ, ഷ അതൊക്കെ അറിയില്ലേ? മറ്റേത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് തരാം കേട്ടോ. ആ വർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇതിലൊക്കെ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒരു ലെസൺ പഠിച്ച് പൂർത്തിയായിട്ട് വേണം അടുത്ത ലെസണിൽ പോവാൻ. അർത്ഥമോ എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. വാട്സപ്പിൽ ചോദിച്ചാൽ മതിയേ. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് നിർത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് നാളെ പുതിയ ലെസൺ പഠിക്കണം കേട്ടോ. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാം. വലൈക്കും സലാം. വേറെ ഒന്നും വായിച്ചു തരൂലല്ലേ നൗറ?